പറഞ്ഞില്ലേ വൈബ്രേഷൻ സ്റ്റഡി ഈ ഇവരുടെ കോറി ഉടമകൾ പറഞ്ഞാൽ കോറി പ്രവർത്തനം ആരംഭിച്ച് 3 മാസത്തിനകം വൈബ്രേഷൻ സ്റ്റഡി കൊടുക്കാവുന്നത്. കോറി പ്രവർത്തനം ആരംഭിച്ച് ആദ്യത്തെ വൈബ്രേഷൻ സ്റ്റഡി ഇതെല്ലാം പൊട്ടിയൊലിച്ചാൽ പിന്നെ ആ അനുമതി കൊണ്ട് എന്താർത്ഥമാണുള്ളത്? അപ്പൊ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ടേംസ് ഓഫ് റെഫറൻസിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ആ ടേംസ് ഓഫ് റെഫറൻസിന്റെ ലംഘനം തന്നെ അപേക്ഷ തള്ളിക്കളയാൻ എന്നുള്ള കാരണമാണ്. ഇവര് പേടിക്കേണ്ട, നമുക്കവിടെ അസുഖം വരുവോ കാര്യങ്ങൾ വന്ന ഡെൽറ്റ ഗ്രൂപ്പ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നടത്തുന്നുണ്ട്. അവർ പുതിയതായിട്ട് ആരംഭിക്കാൻ പോവാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഡെൽറ്റ ഗ്രൂപ്പിന്റെ. നമുക്ക് അരിക്കമല രോഗം വരുന്നവരെ ചികിത്സിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടാകുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എല്ലാവരും പറയുന്നത് ഇത് വികസനമാണെന്ന്. ഈ വികസനം എന്ന് പറയുന്ന ഈ ഒരു പദം ഇതിപ്പോ സാമ്പത്തിക വികസനം മാത്രമേ ആൾക്കാർ സംസാരിക്കുന്നുള്ളൂ. ഒരു വികസനം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരത്തിലുണ്ടാകുന്ന ഒരു മെച്ചപ്പാട്, അത് വെറും സാമ്പത്തിക വികസനമല്ല. പഞ്ചായത്ത് അനുമതി നിഷേധിക്കാൻ പഞ്ചായത്തിന് പറ്റുമോ? അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ചപ്പാരപ്പടവ് പഞ്ചായത്ത് കാണിച്ച മാതിരി കേസിഫ്റ്റ് അല്ല എന്ത് ഇതിലൂടെ വന്നാലും നമ്മൾ അനുമതി കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ അനുമതി കൊടുക്കില്ല, അത്ര തന്നെ. അതിന് കേസ് നേരിടാൻ അവർ തയ്യാറായിരുന്നു. കാരണം അവർക്ക് ജനങ്ങളാണ് പ്രശ്നം. ഇത് ജനങ്ങൾ പ്രശ്നമല്ലാതാകുമ്പോഴാണ് ഈ സംഗതികൾ കൂടി. ഇനി 5 വർഷത്തേക്ക് സുരക്ഷിതരാണെന്നുള്ള ഒരു ഭാവമാണ്. ഈ ഭാവത്തെയാണ് ജനങ്ങൾ ചോദ്യം ചെയ്യേണ്ടത്.